രാവിലെ ഉറക്കം എഴുന്നേറ്റ് ദാണ്ടട വന്ന് നോക്കുമ്പോൾ അവഞ്ചേഴ്സ് ഡൂംസ്ഡേയുടെ സ്പെഷ്യൽ ലുക്ക് ഒരു വീഡിയോ. അതിനകത്ത് നമ്മുടെ ഡോക്ടർ ഡൂമിന് ഇങ്ങനെ നെഞ്ചും വിരിച്ച് നിൽക്കുന്ന ഒരു തമ്മിൽ എൻ്റെ അമ്പോ ഞാൻ കണ്ടങ്ങ് ഹൈപ്പായി. ഇപ്പം ഇനി അതങ്ങ് റിയാക്ട് ചെയ്ത് കളയാന്ന് വിചാരിച്ചു. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ലെറ്റ്സ് റിയാക്ട്. Victor was always the smartest guy in every ഓ room. വച്ച വച്ച. He used to be different. He used to be kind, he used to be caring. ഗ്യാമ്പിറ്റ് And ക്യാപ്. then ഓ കിടിലം ഫ്രെയിം കേട്ടോ, കിടിലം ഫ്രെയിം, കിടിലം ഫ്രെയിം. I knew he was lost, but I did not realize that he was broken. ആ ഏരിയൽ ഷോട്ട് കണ്ടു. ഇതിൽ മയില് ഞാനങ്ങ് ഹൈപ്പായി കയറുക. ഇതെനിക്ക് തോന്നുന്നു ഇത് ഡൂമിൻ്റെ ഒരു ഫുള്ള് എന്താ പറയുന്നതെന്നുള്ളൊരു വീഡിയോ ആയിരിക്കണം. ഡൂമിനെ കുറച്ചുകൂടെ റിവീൽ ചെയ്യുന്ന സാധനമായിരിക്കണം. ലെറ്റ്സ് സീ. സീൻ. Did you do this? ഈ ഡൂം ഇതിനകത്തുള്ളായിരുന്നല്ലേ, ഞാനതങ്ങ് മറന്നു. ശരിയാണ്, ഫാന്റാസ്റ്റിക് ഫോറിൽ ലാസ്റ്റിൽ കാണിക്കുന്നുണ്ട്. ശരിയാ. ഓക്കെ, ഇവരുടെ യൂണിവേഴ്സിലുള്ള. ഓക്കെ, ഞാനതങ്ങ് വിട്ടുപോയി. ശരിക്കും പറഞ്ഞ് ഞാനതങ്ങ് വിട്ടുപോയി. ഓക്കെ. All of you have lived, stolen lives. But now you must നമ്മുടെ റോബർട്ട് ഡോണി ജൂനിയറിൻ്റെ ഇതിൽ ആക്സെൻറ്റ്, എൻ്റെ അമ്മോ എന്തോ സാധനമാടാ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന് ആപ്റ്റായിട്ടുള്ള ക്യാരക്ടർ അയാളാണെന്നാണ് തോന്നുന്നത്. കാര്യം ടോപ്പ് സൂപ്പർ ഹീറോ ഇപ്പോൾ ടോപ്പ് വില്ലനായിട്ട് വരാൻ പോവുകയാണ്. ഡൂമിൻ്റെ അടുത്തൊന്നും ഇവന്മാരൊന്നും പിടിച്ച് നിൽക്കത്തില്ല, ആരും പിടിച്ച് നിൽക്കത്തില്ല. അങ്ങനത്തെ ഒരു സാധനമാണ് ഡൂം. പണ്ണു അതിനെയൊക്കെ. them back. എൻ്റെ അളിയ സൂപ്പർ ഹീറോ ലാൻഡിങ് കഴിഞ്ഞു, സൂപ്പർ വില്ലൻ ലാൻഡിങ്. അത് കണ്ടോ സാധനം? Give them back. സൈക്ലോപ്സ്. എനിക്ക് മത്തിയായി, എനിക്കങ്ങ് തിരുപ്പതിയായി. നോക്ക് ആ സാധനം നോക്ക്. ഞാൻ തന്നെ ഉറപ്പാ ഊമ്പും. അങ്ങോട്ട് ചെന്ന് കയറിക്കൊടു. കാണട്ടെ ഏത് Answers to me. For I am Doom. എൻ്റെ അളിയ. ഐ ആം ഡൂം. ഐ ആം അയൺമാൻ കഴിഞ്ഞിരിക്കുന്നു. ഐ ആം ഡൂം വന്നിരിക്കുന്നു. ടോപ്പ് വില്ലൻ, ടോപ്പ് ഹീറോ ആയിരുന്നു, ഇപ്പോൾ ടോപ്പ് വില്ലനായിട്ട് അഭിനയിക്കാൻ പോവാണ്. എൻ്റെ അമ്മ, ഞാൻ ഇപ്പോഴേ ഹൈപ്പായി. എനിക്ക് ആ പടം ഒന്ന് കണ്ടാൽ മതി, ഒന്ന് ഡിസംബർ ആയാൽ മതി. പുല്ല്. ആ ലാസ്റ്റ് ഡയലോഗ് എൻ്റെ അമ്പോ. For me. Hell answers to me. ഹെൽ ആൻസേഴ്സ് ടു മീ. എൻ്റെ അളിയ സീൻ സാധനം. ഐ ആം ഡൂം. ഒരു രക്ഷയില്ല. ഇത് പൊളിക്കുവടെ. ഇതെന്തോ ഈ സാധനം? എന്തോ ഈ പൊങ്ങി വരുന്നത്? സെലസ്റ്റിയൽസ് ആണോ? മറ്റേ നമ്മൾ ഏതോ ഒരു പടത്തിനകത്ത് എറ്റേണൽസിലാണെന്ന് വിചാരിക്കുന്നത്. ഏതിലൊന്നിൽ കാണിക്കുമല്ലോ സെലസ്റ്റിയൽസിനെ. അതുപോലെയൊക്കെ ഇരിക്കുന്നു. For I അതോ അയൺമാൻ തന്നെയാണ്? അയൺമാൻ്റെ മറ്റേ സ്യൂട്ടും അല്ല ആണ്. am Doom. ഓ
എൻ്റെ അമ്പോ പൊളി പൊളി സാധനം. പടം ഒന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു. ഇതിനകത്ത് ഗാംബിറ്റും അതുപോലെ തന്നെ ക്യാപ്റ്റൻ അമേരിക്കയൊക്കെ ഉണ്ട്. ഇവരൊക്കെ എങ്ങനെ ഇതിനകത്ത് വന്ന് പെടുന്നതെന്ന് എനിക്ക് പിടിയില്ല. കാര്യം നമ്മുടെ ഗാംബിറ്റ് എന്ന് പറയുന്ന ഗാംബിറ്റ്, അതുപോലെ തന്നെ വെസ്ലി സ്നൈപ്സിൻ്റെ ബ്ലേഡ്, എലക്ട്ര, ഇങ്ങനെയുള്ള കുറേ ക്യാരക്ടറൊക്കെ നമ്മുടെ എവിടെയായിരുന്നു ആ ടി വിയെ ഒന്ന് പ്രൂൺ ചെയ്ത് വിടുന്നൊരു സ്ഥലമുണ്ടല്ലോ, അതിൻ്റെ പേരെന്താ, പേര് ഞാൻ പറഞ്ഞു. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഡെഡ് പൂൾ ആൻഡ് വോൾവറിനൊക്കെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ എങ്ങനെ ഇവിടെ എത്തി എന്നുള്ളൊരു സാധനം അത് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് അറിയില്ല. പോട്ടെ, ലോക്കി എങ്ങനെ ഇവിടെ വരുന്നതെന്ന് ഒരു പിടുത്തമില്ല. അതിനകത്ത് ലോക്കിയൊക്കെ കാണിക്കുന്നുണ്ട്. ലോക്കി മറ്റേ സീരീസിനകത്ത് ആള് ലാസ്റ്റ് മറ്റേ ഫുള്ള് ടൈം സ്ട്രിങ്സിനെ ഫുള്ള് എന്താ പറയുക, ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സെറ്റപ്പായിട്ട്, ഇതിനെല്ലാം ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ഇതായിട്ടാണ് കാണിക്കുന്നത്. ഇനി എന്താ വരാൻ പോകുന്നതെന്ന് അറിയാൻ പോകുന്നില്ല. അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ലോക്കി എന്താവണമെന്നാണ് ആഗ്രഹിച്ചത്, അതുപോലെ തന്നെ ഹി ബിക്കെയിം എ ഗോഡ് ഓഫ് മാർവൽ എന്ന് പറയുന്നൊരു സെറ്റപ്പ് ആവുകയാണ്. ഇപ്പോൾ ഇതിനകത്തൊക്കെ എല്ലാവരും വരുന്നുണ്ട്. ഇതെന്താണ് പിടുത്തം കിട്ടുന്നില്ല. ഡൂം ഒരു പവർഫുൾ ഒരു വില്ലനാണ്, പവർഫുൾ ഒരു ക്യാരക്ടറാണ്. അയാൾ അതൊരു കിടിലൊരു ക്യാരക്ടറാണ്. വരട്ടെ, ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്നൊരു പിടുത്തമില്ല. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ. പിന്നെ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ മറ്റേ ഇൻഫിനിറ്റി വിഷനോ, ഉണ്ട് ഇൻഫിനിറ്റി വിഷൻ, സീ ഇറ്റ് ഇൻ ഇൻഫിനിറ്റി വിഷൻ. ഞാൻ ഇതിൻ്റെ കുറേയൊക്കെ നോക്കി, ഇവിടെ ഇന്ത്യയിലൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. വേറെ കുറേയൊക്കെ ഇൻഫിനിറ്റി വിഷൻ്റെ സ്ക്രീൻസൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുക ഈ പടത്തിന് വേണ്ടിയിട്ട്. അത് മറ്റേ നമ്മുടെ ബ്രാൻഡ് ന്യൂടെ ഇറങ്ങിയപ്പോൾ തന്നെ ആ ഒരു കർവ് വരുന്ന മറ്റേ സൈഡിലും സ്ക്രീന് ഫ്രണ്ടിലും സ്ക്രീന് അങ്ങനെയുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു. അത് ജർമ്മനി, യൂറോപ്പിലും UK ഉണ്ട്, US ഉണ്ട്. ഇന്ത്യയിലുണ്ടോ എന്നെനിക്കറിയില്ല. ഇനി ഇന്ത്യയിൽ വരുന്നുണ്ടോ ഇൻഫിനിറ്റി വിഷൻ എന്നറിയില്ല. ബട്ട് സീ ഇറ്റ് ഇൻ, ഈ പടം ഇതിനു വേണ്ടി എടുത്തതുപോലെയാണ് ഇരിക്കുന്നത്. എന്തായാലും കാണാം. ഈ ട്രെയിലർ, ഈ എന്താ പറയുക, എക്സ്റ്റെൻഡഡ് ഈ ഒരു സ്പെഷ്യൽ ലുക്ക്, ഇത് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് ഡോക്ടർ ഡൂമിനെ കുറച്ചുകൂടെ മനസ്സിലായി. ഡോക്ടർ വിക്ടർ വാൻ ഡൂം എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ കുറച്ചുകൂടെ മനസ്സിലായി. ഇവരെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം മനസ്സിലായി. ഹീസ് എന്താ പറയുക, ഹെൽ ഓഫ് എ പവർഫുൾ ഒരു ക്യാരക്ടർ. അത് ഒന്നും പറയാനില്ല. അത് ഇതിനകത്ത് കറക്റ്റ് കാണിക്കുന്നുണ്ട്, ബട്ട് ഒന്നും മാസമായിട്ട് റിവീൽ ചെയ്യുന്നില്ല. എനിക്ക് ആ സൂപ്പർ വില്ലൻ ലാൻഡിങ് എന്ത് പാടാ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഒരു അന്യായ സാധനം. അതിനകത്ത് ഇനി ഇവന്മാർ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഇതേപോലെ നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ ഫേസ് റിവീൽ ചെയ്യാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. ഫേസ് റിവീൽ ചെയ്ത ആ ഒരു ഇതങ്ങ് പോവും. അതായത് ഇപ്പോൾ ട്രെയിലറിൽ വന്നിട്ട് വാൻഡൂമിൻ്റെ ആ ഒരു മാസ്ക് ഊരിയൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇതുണ്ടാവില്ല. അത് ട്രെയിലറിൽ തിയേറ്ററിൽ തന്നെ കാണണം. അത് തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണേണ്ട ഒരു സാധനം. അത് ഉണ്ടാവും. പിന്നെ അങ്ങനൊരു ക്യാരക്ടർ, അങ്ങനൊരു സീനൊക്കെ ഉണ്ടാവണം. അപ്പോൾ തിയേറ്ററിൽ ഉണ്ടാകുന്നൊരു കയ്യടി ബഹളം അതെനിക്ക് കേൾക്കണം. ആഹാ. എന്തായാലും സിനിമ ഇറങ്ങട്ടെ. അപ്പോൾ ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.